ഹായ്, ഇന്ന് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് ബസ്മതി റൈസ് വേവിച്ച് ഇതുപോലെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, കൂടെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തും ഒരു ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ആയി വരുമ്പം 2 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്തുടഞ്ഞ് വരണം. നമുക്ക് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പൊടികളാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ചിക്കൻ മസാല സാധാരണയായിട്ട് ഇതിൽ ചേർക്കാറില്ല. നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കി കായത്തിൻ്റെ പൊടി ഇച്ചിരി കൂടുതൽ എടുക്കാം കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞതൊന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് വേവിക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഉപ്പ് കുറവുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് ഉപ്പിട്ടിട്ടല്ല വേവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഉപ്പ് നോക്കി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെള്ളം ഊറ്റി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ചോറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി മല്ലിയില ചേർക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റമൊക്കെ വരുത്താം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല രുചികരമായിട്ടുള്ള ടൊമാറ്റോ റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. താങ്ക്